എന്തായാലും ബഹുമാനപ്പെട്ട കലക്ടർ അന്വേഷണത്തിന് ഉത്തരവിട്ടു എന്നറിയാൻ സാധിച്ചു. എന്നാൽ ആ ഫ്ലെക്സ് ബോർഡുകളെല്ലാം കലക്ടർ ഉത്തരവിടുന്നതിന് മുൻപ് തന്നെ അധികാരികളെ കൊണ്ട് എടുപ്പിക്കാനുള്ള പരിശ്രമമാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്നത്. ആ ഫ്ലെക്സ് ബോർഡുകളാണല്ലോ തെളിവ്. അപ്പോൾ ഫ്ലെക്സ് ബോർഡിൻ്റെ തല വെട്ടിമാറ്റി എൻ്റെ തലയ്ക്ക് പകരം ആരിഫിൻ്റെ തല വെച്ചുകൊണ്ട് ഫ്ലെക്സ് ബോർഡുകൾ റോഡിലുണ്ടായിരുന്നത് കലക്ടർ ഉത്തരവിടുന്നതിന് മുൻപ് തന്നെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. അപ്പോൾ എങ്ങനെയാണിത് തെളിയിക്കാൻ സാധിക്കുക? ഇവർ ഈ ചെയ്ത അതിക്രമങ്ങളെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും കലക്ടർ ഉത്തരവിടുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വേഷത്തിൽ ഒരു വാഹനം കൊണ്ടുവന്ന് ഈ ഫ്ലെക്സ് ബോർഡുകളെല്ലാം വാരിക്കൂട്ടി കൊണ്ടുപോയിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിനകത്ത് കൃത്യമായി രാഷ്ട്രീയം ചർച്ച ചെയ്തുകൊണ്ട് വോട്ട് ചോദിക്കേണ്ടതിന് പകരം വ്യാപകമായി ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്കാണ് മാർക്സിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. അത് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ വിലപ്പോവില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഫ്ലെക്സ് ബോർഡ് ഇല്ലെങ്കിലും ഞാൻ ഇവിടുത്തെ ആലപ്പുഴയിലെ വോട്ടർമാരുടെ മനസ്സിനകത്ത് ഉണ്ടാകും എന്നാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്.